തൃശൂർ ചൊവ്വന്നൂരിൽ SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകി കോൺഗ്രസ് നേതൃത്വം. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് DCCക്ക് നിർദ്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത KM നിതീഷ് രാജിവെക്കും. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് SDPIയുടെ പിന്തുണയോടുകൂടി ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചത്. 25 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു ചൊവ്വന്നൂർ പഞ്ചായത്ത്. ഇവിടെ LDFനായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. LDFന് 6 സീറ്റും UDFന് 5 സീറ്റും SDPIക്ക് 2 സീറ്റും BJPക്ക് 1 സീറ്റും എന്നതായിരുന്നു ഈ സീറ്റ് നിലയായി ഉണ്ടായിരുന്നത്. അതിൽ ഈ SDPIയുടെ 2 വോട്ടുകൾ കൂടി ചേർത്ത് UDF 7 വോട്ടിന്റെ ബലത്തിൽ അവിടെ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളോട് ഇപ്പോൾ രാജിവെക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ നേരിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇടപെടുന്നു. പ്രതിപക്ഷ നേതാവ് ഇടപെട്ടുകൊണ്ടാണ് AM നിതീഷിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിതീഷിനോട് ഇത് കഴിഞ്ഞ മാധ്യമപ്രവർത്തകരടക്കം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ SDPI പിന്തുണയോടുകൂടി അധികാരത്തിലെത്തിയതെന്ന് ചോദിച്ച സമയത്ത് ഈ LDF ആണ് 25 വർഷമായി ഭരിക്കുന്ന അവരുടെ ദുർഭരണത്തിനെതിരെയായ ഉണ്ടായ ഒരു വികാരം മാത്രമാണ് ഈ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടത്. അത് SDPI എന്ന നിലക്കല്ല താൻ ആ വോട്ട് സ്വീകരിച്ചത്, അല്ലെങ്കിൽ തനിക്ക് ആ വോട്ട് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. നേതൃത്വവുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതായിരുന്നു നിതീഷ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് അടിയന്തരമായി ഈ നിതീഷിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCC നേതൃത്വത്തിന് ഒരു അറിയിപ്പ് നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിതീഷിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും 6 സീറ്റുള്ള CPM ആകും ഇനി അധികാരത്തിലേക്ക് എത്തുക. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.